എറണാകുളം തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കുട്ടികൾക്ക് രോഗബാധയുണ്ടായതിൽ അധികൃതർക്ക് വീഴ്ച കണ്ടെത്തിയതായി പ്രാഥമിക നിഗമനം. കൂടുതൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായതോടെയാണ് ആശുപത്രിയിലേക്ക് കുട്ടികളെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. വിവരങ്ങൾ കൃത്യമായി രക്ഷിതാക്കളെ അറിയിച്ചില്ലെന്നും രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു 2 ദിവസം മുമ്പ് തുടങ്ങിയതാണ്. പിന്നെ വൈകുന്നേരം ഒരു പഴംപൊരി കഴിച്ചപ്പോൾ എല്ലാവരും വൊമിറ്റിങ് തുടങ്ങി. ആദ്യം ഒരു സ്നാക്സിൻ്റെ ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ അവർ സ്നാക്സ് എല്ലാം കളക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കഴിച്ച സ്നാക്സിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഹോസ്പിറ്റലിൽ പോയപ്പം മോരിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. ഇവരെ ഉണ്ടാക്കിയ മോരിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു. ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ നടത്തിയത്. ഫുഡിൻ്റെ ഇഷ്യൂ ആണ് സംഭവിച്ചത്. സാബന്മാർ എല്ലാം കുഴപ്പമുണ്ടായില്ല. 20 പേര് പോയെന്നാണ് റിപ്പോർട്ട് കണ്ടത്. തൃക്കാക്കര KMM കോളേജിൻ്റെ മുന്നിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ എത്ര കുട്ടികൾ ഇപ്പോൾ ഈ അസുഖം ബാധിച്ച് ആശുപത്രിയിലുണ്ട്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അവർക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ചികിത്സിക്കുന്ന കുട്ടികൾക്ക് തീവ്രമായ പ്രശ്നങ്ങളുണ്ടോ? SKN ഗുഡ് മോർണിംഗ്. നിലവിൽ ആശുപത്രിയിൽ 16 കുട്ടികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 75 കുട്ടികളെ ഈ ക്യാമ്പിൽ നിന്ന് 3 ആശുപത്രികളിലായി എത്തിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ വിടുതൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ 12 പേരുണ്ട്. BNB എന്ന് പറയുന്ന ആശുപത്രിയിലും സൺറൈസിലുമായിട്ടാണ് ബാക്കി കുട്ടികളുള്ളത്. നിലവിൽ ഈ ക്യാമ്പ് ഇന്നലെ തന്നെ പിരിച്ചുവിട്ടിരുന്നു. പോലീസ് നിർദ്ദേശം നൽകുകയും ജില്ലാ ഭരണകൂടം ഇടപെടുകയും ചെയ്തതോടുകൂടി ക്യാമ്പ് പിരിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ക്യാമ്പിലുള്ള 3ാം വർഷ വിദ്യാർത്ഥികൾ, അത് സീനിയേഴ്സാണ്. അവരാണ് ഏറ്റവും അവസാനം ഈ ക്യാമ്പിൽ നിന്ന് വിട്ടുപോകുന്നത്. അവരുടെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് തൃപ്തികരമാണ്, ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തൃക്കാക്കര പോലീസിൻ്റെ ഒരു വിഭാഗവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് കുട്ടികൾ പൂർണ്ണമായി ഇവിടെ നിന്ന് മടങ്ങും. എന്താണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിൻ്റെ കാരണമെന്നുള്ളത് ലാബ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കുട്ടികൾ നൽകുന്ന ചില സൂചനകളുണ്ട്. ഇന്നലെയല്ല ഇത് തുടങ്ങിയത്. ഇതിനു മുൻപ് ഒരു ദിവസം മുൻപേ ഇത്തരം പ്രശ്നങ്ങൾ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് മൂടിവെക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കൃത്യമായി വിവരങ്ങൾ കുട്ടികളെ അറിയിക്കുന്നതിൽ ക്യാമ്പ് അധികൃതർക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു. ഇന്നലെ രക്ഷിതാക്കൾ എത്തിയപ്പോൾ പോലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവരെ അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയത് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് എന്തായാലും DMOയ്ക്കും കളക്ടർക്കും DMO റിപ്പോർട്ട് തരുന്നുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കളക്ടർക്കും സമർപ്പിക്കപ്പെടും. അപ്പോൾ മാത്രമാകും ക്യാമ്പിൽ ഉണ്ടായ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും കുട്ടികളുടെ പരാതി NCCയുടെ തലത്തിലും അന്വേഷിക്കുന്നുണ്ട്. കാരണം വാർഷിക ക്യാമ്പ് സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നതാണ്. അവിടെ NCCക്ക് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടികൾ ഉണ്ടാകുമെന്നും NCC വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കുട്ടികളെ ഇപ്പോൾ രക്ഷിതാക്കളെത്തി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നേരത്തെ കാണാവുന്ന പോലെ തന്നെ രക്ഷിതാക്കൾ വാഹനങ്ങളുമായി എത്തി കുട്ടികളെ കൊണ്ടുപോവുകയാണ്. ഇപ്പോഴും കൂടുതൽ രക്ഷിതാക്കളൊക്കെ ഈ കോളേജിലേക്ക് എത്തി കുട്ടികളെ നേരിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു. പക്ഷേ അപ്പോഴും 75-ലധികം കുട്ടികൾ, 600 വിദ്യാർത്ഥികൾ പങ്കെടുത്തൊരു ക്യാമ്പിൽ നിന്ന് ആശുപത്രിയിലായത് ഒട്ടും സുഖകരമായ വാർത്തയല്ല. അതും 80% കുട്ടികളും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എന്നുള്ളത് ആ പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികൾക്ക് ഇന്ന് ഉച്ചയോടുകൂടി ആശുപത്രിയിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. പക്ഷേ ഇന്നലെ രാത്രി കുട്ടികളെയും രക്ഷിതാക്കളെയും മൊത്തം പരിഭ്രാന്തരാക്കുന്ന രീതിയിലായിരുന്നു ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന വിവരങ്ങൾ. അതിലിപ്പോൾ ഏറെ മാറ്റമുണ്ടായിരിക്കുന്നു. നിലവിൽ ക്യാമ്പ് പിരിച്ചുവിട്ടിരിക്കുന്നു. കുട്ടികൾ സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങുന്നു. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികൾ സുരക്ഷിതരുമാണ്. SKN. താങ്ക് യു ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.